നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഉടമകൾക്ക് ഭൂവിവരം പരിശോധിക്കാൻ റവന്യൂ തദ്ദേശ വകുപ്പുകൾ സംയുക്തമായി സൗകര്യമൊരുക്കും. പുതിയ ജില്ലാ കളക്ടർമാർ ചുമതലയേറ്റു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. നിപ്പ വ്യാപനം പ്രതിരോധ പ്രവർത്തികൾ ഊർജിതമാക്കി മലപ്പുറം ജില്ലാ ഭരണകൂടം. പുകയില വിമുക്ത വിദ്യാലയം പദ്ധതി ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് വയനാട് ജില്ലാ കളക്ടർ. ഡിജിറ്റൽ റീസർവേയുടെ കരട് വിജ്ഞാപനം ഭൂവുടമകൾക്ക് പരിശോധിക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും അവസരം. റവന്യൂ വകുപ്പിന്റെ എന്റെ ഭൂമി പോർട്ടലിൽ രേഖപ്പെടുത്തിയ കരട് രേഖ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കൂടി പങ്കാളിത്തത്തോടെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിനായി റവന്യൂ തദ്ദേശ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും അധികാരികളുടെ സംയുക്ത യോഗം ഓൺലൈനായി ചേർന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂവുടമകൾക്ക് സർവേ അതിരടയാള നിയമത്തിലെ 9(2) കരട് വിജ്ഞാപനം പരിശോധിച്ച് അതിൽ ഏതെങ്കിലും വിധത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് എന്റെ ഭൂമി പോർട്ടൽ വഴി ഉന്നയിക്കാൻ അവസരമൊരുക്കുക എന്ന ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരികൾ കൂടി ഏറ്റെടുക്കണമെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ഡിജിറ്റൽ റീസർവേ നടക്കാനുള്ള ഇടങ്ങളിൽ സർവേ സഭകൾ വിളിച്ചു ചേർത്ത് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനുള്ള പ്രവർത്തനം നടത്തണമെന്നും യോഗത്തിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരോടായി മന്ത്രി നിർദ്ദേശിച്ചു. ഡിജിറ്റൽ സർവേ വിജ്ഞാപനത്തിലെ തെറ്റുതിരുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി പഞ്ചായത്തുകളിൽ സർവേ ടീമിന്റെ ക്യാമ്പ് ഓഫീസ് തുറക്കുമെന്നും സർവേ സഭകളിലും വാർഡ് തല ജാഗ്രതാ സമിതികളിലും പഞ്ചായത്തുകളുടെ പങ്കാളിത്തം ഉറപ്പാകുന്നതോടെ പിശകില്ലാത്ത ഭൂവിവര ശേഖരം കേരളത്തിന് സ്വന്തമാകുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ കൂടിയായ സർവേ ഡയറക്ടർ സി റാം സാംബശിവറാവു, ജില്ലാ കളക്ടർമാർ, റവന്യൂ, സർവേ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലാ കളക്ടറായി അനുകുമാരി IAS ചുമതലയേറ്റു. കേരള സംസ്ഥാന IT മിഷൻ ഡയറക്ടറായിരുന്നു. 2018 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ്. ഹരിയാന സ്വദേശിനിയായ അനുകുമാരി തിരുവനന്തപുരം ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് തലശ്ശേരി സബ് കളക്ടറായും 2022 തിരുവനന്തപുരം ജില്ലാ വികസന കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ കളക്ടറായി ജോൺ വി സാമുവൽ IAS ചുമതലയേറ്റു. 2015 IAS ലഭിച്ചത്. തിരുവനന്തപുരം സ്വദേശിയാണ്. പിന്നോക്ക വികസന വകുപ്പ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ആലപ്പുഴ ജില്ലാ കളക്ടർ, ഭൂജല വകുപ്പ് ഡയറക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി, കണ്ണൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ, ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി IAS ചുമതലയേറ്റു. 2015 ബാച്ച് കേരള കേഡർ IAS ഓഫീസറാണ്. തമിഴ്നാട് മധുര സ്വദേശിനിയാണ്. KTDC MD-ആയും കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ കളക്ടർ പദവിയിൽ നിന്നാണ് ഇടുക്കിയിലേക്ക് എത്തുന്നത്. അർജുൻ പാണ്ഡ്യൻ IAS തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമായിരുന്നു. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല, റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ, ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ വിതരണോദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ആലപ്പുഴ കളക്ടറേറ്റിൽ നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവരാണ് ഓൺലൈൻ ടിക്കറ്റിനുള്ള സൗകര്യം ഒരുക്കുന്നത്. ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ലിങ്ക് www.nehrutrophy.nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാന് നീലു എന്ന് പേര് നൽകി. NDBR സൊസൈറ്റി ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ് നീലു എന്ന പേര് പ്രഖ്യാപിച്ചത്. പേര് പതിച്ച ഭാഗ്യചിഹ്നം സിനിമാ താരം ഗണപതി ഏറ്റുവാങ്ങി. പേരിനുള്ള എൻട്രികൾ തപാൽ മുഖേനയാണ് ക്ഷണിച്ചത്.
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 609 എൻട്രികൾ ലഭിച്ചു. നീലു എന്ന പേര് 33 പേർ നിർദ്ദേശിച്ചു. ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശി വിദ്യാർത്ഥിയായ കീർത്തി വിജയനെ വിജയിയായി പ്രഖ്യാപിച്ചത്. വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ബോട്ട് ക്ലബ്ബുകൾക്കുള്ള ബോണസിന്റെ അഡ്വാൻസ് തുക ഓഗസ്റ്റ് 5 മുതൽ നൽകി തുടങ്ങും. ബോട്ട് റേസ് കമ്മിറ്റിയുടെ ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമായത്. മലപ്പുറം ജില്ലയിൽ നിപ്പ രോഗവ്യാപനം തടയുന്നതിന്റെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പുറമെ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയും ജില്ലാ കളക്ടർ VR വിനോദ് ഉത്തരവിട്ടു. വ്യാപാര സ്ഥാപനങ്ങളുടെയും കടകളുടെയും പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയായി നിജപ്പെടുത്തിയ ഉത്തരവിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെ പുതിയ ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കാം. പൊതുജനങ്ങൾ ആശുപത്രികളിൽ രോഗികളെ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ജില്ലയിൽ പൊതുപരിപാടികളിലും സമ്മേളനങ്ങളിലും വിവാഹം, മറ്റ് ആഘോഷങ്ങൾ, കലാകായിക പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കണം. ഇപ്രകാരം സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായും N95 മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം. പങ്കെടുക്കുന്ന ആളുകളുടെ മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ സംഘാടകർ രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും ഇത് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ലഭ്യമാക്കുകയും വേണം. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നതിന് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കേണ്ടതില്ല. നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിനനുസരിച്ച് പഞ്ചായത്തുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കും. വയനാട് ജില്ലയിൽ ഓഗസ്റ്റ് 15-നകം ഒരു പഞ്ചായത്തിന് കീഴിൽ ഒരു സ്കൂൾ എന്ന രീതിയിൽ പുകയില വിമുക്തമാക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ നിർദ്ദേശിച്ചു. ദേശീയ പുകയില നിയന്ത്രണ പരിപാടിയുടെ ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. വരുന്ന 2 മാസത്തിനുള്ളിൽ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും പുകയില വിമുക്തമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്. ജില്ലയിലെ ട്രൈബൽ മേഖലയിൽ വലിയ തോതിലുള്ള പുകയില ഉപയോഗം നിയന്ത്രിക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന പുകയില്ല ക്യാമ്പയിൻ പദ്ധതി കൂടുതൽ ഊരുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. പുകയില നിയന്ത്രണ നിയമം കാര്യക്ഷമമായി നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. പുകയില നിയന്ത്രണ നിയമം നടപ്പാക്കൽ, ബോധവൽക്കരണം, കൗൺസിലിംഗ്, ചികിത്സാ സഹായം, കുട്ടികളെ പുകയില ഉപയോഗ സാധ്യതയിൽ നിന്നും അകറ്റി നിർത്തുന്ന പ്രവർത്തനങ്ങൾ, വിദ്യാലയവും വിദ്യാലയത്തിന് 100 വാര ചുറ്റളവും പുകയില രഹിതമാക്കൽ, ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി തുടങ്ങിയവയാണ് പ്രധാന പദ്ധതി പ്രവർത്തനങ്ങൾ. തൃശൂർ ജില്ലയിൽ പുത്തൂർ സമാന്തര പാലം ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര തുക റവന്യൂ മന്ത്രി കൈമാറി. പുത്തൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന പുത്തൂർ സമാന്തര പാലത്തിന് ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര തുക റവന്യൂ മന്ത്രി K രാജൻ വിതരണം ചെയ്തു. 0.09 ഹെക്ടർ ഭൂമിയാണ് സമാന്തര പാലത്തിനായി ഏറ്റെടുക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് റോഡിന്റെ വീതി കൂട്ടാൻ തീരുമാനിച്ചത്. പുത്തൂർ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കേണ്ട ആവശ്യകത അനിവാര്യമായ സാഹചര്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. കിൻഫ്ര വ്യവസായ പാർക്ക് 474.36 ഏക്കർ ഭൂമി കൈമാറി. കിൻഫ്ര വ്യവസായ പാർക്ക് നിർമ്മാണത്തിനു വേണ്ടി തലശ്ശേരി താലൂക്കിലെ പട്ടാനൂർ, കീഴല്ലൂർ വില്ലേജുകളിൽ ഉൾപ്പെട്ട 474.36 ഏക്കർ ഭൂമി ജില്ലാ കളക്ടർ അരുൺ K വിജയൻ കിൻഫ്ര ജനറൽ മാനേജർ ഡോക്ടർ T ഉണ്ണികൃഷ്ണന് ഔദ്യോഗികമായി കൈമാറി. 672 കൈവശക്കാർക്ക് 841.82 കോടി രൂപ നഷ്ടപരിഹാരം അനുവദിച്ച് പൊന്നുംവില നടപടി പ്രകാരം ഏറ്റെടുത്ത ഭൂമിയാണ് കൈമാറിയത്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഭൂമി ആവശ്യമുള്ളവർ മട്ടന്നൂർ വെളിയാമ്പറമ്പ് PRNSS കോളേജിന് സമീപത്തുള്ള കിൻഫ്ര പാർക്ക് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 047024744466. നിയമസഭാ സമിതി യോഗം കാസർഗോഡ് ചേരും. കേരള നിയമസഭയുടെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംബന്ധിച്ച സമിതി 2024 ജൂലൈ 30 രാവിലെ 10:30 കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. തദ്ദേശ സ്വയംഭരണം, ആരോഗ്യ കുടുംബക്ഷേമം, സാമൂഹ്യ നീതി, ആഭ്യന്തരം, റവന്യൂ, ആയുഷ് എന്നീ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരുമായി മുതിർന്ന പൗരന്മാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് ചർച്ച നടത്തും.
വയോജനങ്ങളിൽ നിന്നും വയോജന സംഘടനകളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുന്നതും ജില്ലയിലെ സർക്കാർ വൃദ്ധസദനം സന്ദർശിച്ച് മുതിർന്ന പൗരന്മാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങൾ വിലയിരുത്തുന്നതുമാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾക്കും വ്യക്തികൾക്കും പ്രസ്തുത യോഗത്തിൽ ഹാജരായി സമിതി അധ്യക്ഷനെ അഭിസംബോധന ചെയ്ത് രേഖാമൂലം പരാതി സമർപ്പിക്കാം. റിവർ മാനേജ്മെന്റ് സെന്ററിൽ യങ് പ്രൊഫഷണലുകൾക്ക് അവസരം. റവന്യൂ വകുപ്പിന്റെ ദുരന്ത നിവാരണ പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന റിവർ മാനേജ്മെന്റ് സെന്ററിൽ യങ് പ്രൊഫഷണലുകൾക്ക് 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നു. ജിയോളജി വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. നിലവിൽ 1 ഒഴിവാണ് ഉള്ളത്. ഓൺലൈനായി ബയോഡേറ്റ സഹിതം ജൂലൈ 31 മുൻപ് അപേക്ഷിക്കാം. ആവശ്യമായ പ്രവൃത്തി പരിചയമുള്ളവരുടെ അഭാവത്തിൽ കോഴ്സ് പൂർത്തിയാക്കിയവരെയും പരിഗണിക്കും. അപേക്ഷ അയക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും www.ildm.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 8129492545. തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പ് മഷി പുരട്ടുന്നത് വോട്ടറുടെ നടുവിരലിൽ. ജൂലൈ 30 നടക്കുന്ന തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടതു കൈയിലെ നടുവിരലിലാണ് മായാത്ത മഷി പുരട്ടേണ്ടതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. 2024 ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച വോട്ടർമാരുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷി അടയാളം പൂർണ്ണമായും മാഞ്ഞുപോയിട്ടില്ല എന്നതിനാലാണ് ഈ തീരുമാനം. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കാണ് ജൂലൈ 30 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം താലൂക്കിൽ കുടപ്പനക്കുന്ന് വില്ലേജിലെ ഡിജിറ്റൽ റീസർവേ രേഖകൾ പരിശോധിക്കാം. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ കുടപ്പനക്കുന്ന് വില്ലേജിന്റെ റീസർവേ റെക്കോർഡുകൾ പൊതുജനങ്ങൾക്ക് പരിശോധനയ്ക്കായി ഓഗസ്റ്റ് 21 വരെ സർവേ ക്യാമ്പ് ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ റെക്കോർഡുകൾ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ചുമതലപ്പെടുത്തിയ സർവേ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഭൂവുടമസ്ഥർക്ക് പരിശോധിക്കാവുന്നതും അതിന്മേലുള്ള പരാതികൾ അറിയിക്കുകയും ചെയ്യാം. ഡിജിറ്റൽ സർവേ റെക്കോർഡിൽ വസ്തുവിന്റെ വിസ്തീർണത്തിനോ അളവിനോ പേരിനോ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ തന്നെ പരാതി ബോധിപ്പിക്കാവുന്നതാണ്. ഡിജിറ്റൽ റീസർവേ റെക്കോർഡുകൾ എന്റെ ഭൂമി പോർട്ടലിൽ ഓൺലൈൻ വഴി പരിശോധിക്കാവുന്നതും ഓൺലൈനായി തന്നെ പരാതി ബോധിപ്പിക്കാവുന്നതുമാണ്. അന്തരിച്ച സെൻട്രൽ സർവേ ഓഫീസ് ക്ലർക്ക് R.E. ഷൈജുവിന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.